തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയിക്ക് ഇന്ന് നിർണായക ദിനമാണ്. സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് അല്പസമയത്തിനകം നടക്കും. ADMK വിമതപക്ഷ നേതാക്കളായ SP വേലുമണി, CV ഷൺമുഖം എന്നിവരുമായി വിജയ് കൂടിക്കാഴ്ച നടത്തി. ആകെയുള്ള 47 ADMK MLA-മാരിൽ 25-ലധികം പേർ വിമതപക്ഷത്താണ്. ഇവരുടെ വോട്ട് കൂടി TVKക്ക് കിട്ടിയാൽ വിശ്വാസ വോട്ടെടുപ്പിൽ എളുപ്പം വിജയിക്കാൻ TVKക്ക് സാധിക്കും. സായികുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സായികുമാർ, ഇതിനകം തന്നെ 120 MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്നു. അതിൽ ഒരു MLA-ക്ക് അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ട് കോടതി. അങ്ങനെ 119 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പിനെ TVK നേരിടാൻ പോകുന്നത്. അതിനിടയിൽ ADMKയുടെ ഭാഗത്തു നിന്ന് 25 MLA-മാരുടെ പിന്തുണ കൂടി വിമതപക്ഷത്തിന് കൂടി കിട്ടുകയാണെങ്കിൽ ഒരു ഭയവും ഒരാശങ്കയും വിജയ്ക്ക് വേണ്ടതില്ല. ഇന്ന് വിജയ്ക്ക് ചങ്കിടിപ്പുണ്ടാവില്ലല്ലോ അല്ലേ ഇന്നത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ? സായി, തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, നിലവിലെ അംഗസംഖ്യ വെച്ച് TVKക്കും വിജയ്ക്കും ഒരു ആശങ്കയുടെ മണിക്കൂറുകളല്ല ഇത്. പക്ഷേ ആദ്യമായി ഒരു പരീക്ഷണത്തിന് അവർ നേരിടുകയാണ്. വിജയെ സംബന്ധിച്ച് ഇത് ഒരു ആദ്യ അനുഭവം കൂടിയായിരിക്കും. TVKയിലെ ഭൂരിഭാഗം MLA-മാരും കന്നി MLA-മാരാണ്. അങ്ങനെ ഉള്ള ഒരു സർക്കാർ കൂടിയാണ് ആദ്യ പരീക്ഷണത്തിന് ഇപ്പോൾ വിധേയമാകുന്നത്. നിലവിൽ കണക്ക് വെച്ച് ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം DMK ഒരുപക്ഷെ ഈ വിശ്വാസ വോട്ടെടുപ്പ് പൂർണ്ണമായും ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായുള്ള ചില സൂചനകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാട് ADMK MLA-മാർ, അത് കഴിഞ്ഞ ദിവസം തന്നെ പിളർപ്പ് ഏകദേശം പൂർണ്ണമായിരുന്നു. 25-ലധികം MLA-മാർ സർക്കാരിനൊപ്പം വിജയെ പിന്തുണയ്ക്കും എന്ന് പരസ്യമായി തന്നെ പറയുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെയും ആ നേതാക്കളുടെ പ്രതികരണം വന്നത് തങ്ങൾ TVKക്ക് ഒപ്പമാണ്, സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടായിരിക്കും തങ്ങൾ വോട്ട് ചെയ്യുക എന്നാണ്. പക്ഷേ മുഴുവൻ MLA-മാർക്കും വിപ്പ് നൽകാനാണ് ഇപ്പോൾ EPS പക്ഷത്തിന്റെ തീരുമാനം. ആ വിപ്പ് ലംഘിച്ചാൽ നിയമ നടപടിയെടുക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി അവർക്ക് മുന്നിലുണ്ട്. എന്തായാലും ADMK എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും നിർണായകമാണ് ഈ ഘട്ടത്തിൽ. എന്തായാലും 9:30-ക്കാണ് വിശ്വാസ വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. തമിഴ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ തത്സമയം ഈ വിശ്വാസ വോട്ട് നടപടിക്രമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും TVK അധികാരം ഏറ്റെടുത്തതിന് ശേഷം നേരിടുന്ന ആദ്യ പരീക്ഷണമാണ്. കഴിഞ്ഞ ദിവസം സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഒക്കെ നടന്നിരുന്നുവെങ്കിലും അത് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. എന്നാലും ഗവർണർ നൽകിയ സമയപരിധി ഇന്ന് വിശ്വാസം തെളിയിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി വിജയ് ഒറ്റവരി പ്രമേയം അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും വോട്ടെടുപ്പ് നടപടികളിലേക്ക് നിയമസഭ കടക്കുക. ഓക്കെ, സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് തത്സമയം ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. തമിഴ്നാട് നിയമസഭയിൽ വിജയ് TVK ഇന്ന് വിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം നേരിടുമ്പോൾ നമുക്ക് തൽക്കാലം അത് നമുക്ക് ലൈവായിട്ട് തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തുടരുക.